ഗുഡ് മോർണിംഗ്. പ്രഭാത വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ ഡോണ. മണിപ്പൂരിൽ സംഘർഷം കനക്കുന്നു. മന്ത്രിമാരുടെയും 3 എംഎൽഎമാരുടെയും വീടിന് നേരെ ആക്രമണം. മണിപ്പൂരിലെ ജിരിബാമിൽ മെയ്തേയ വിഭാഗത്തിൽപ്പെട്ട 6 പേരെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. 2 മന്ത്രിമാരുടെയും 3 എംഎൽഎമാരുടെയും വീടിന് നേരെ ആക്രമണമുണ്ടായി. ഇംഫാൽ വെസ്റ്റ് ജില്ലയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. ഇംഫാൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇന്റർനെറ്റിന് നിരോധനം ഏർപ്പെടുത്തി. ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി സബം രഞ്ജന്റെയും ഉപഭോക്തൃ മന്ത്രി എൽ. സുശീന്ദ്രു സിംഗിന്റെയും വീട്ടിൽ പ്രതിഷേധക്കാർ അക്രമം നടത്തിയതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കുറുവ സംഘാംഗം കസ്റ്റഡിയിൽ നിന്ന് ചാടി. രക്ഷപ്പെട്ടത് പൂർണ്ണ നഗ്നനായി. കൈയിൽ വിലങ്ങും. വ്യാപക തിരച്ചിൽ. കൊച്ചി കുറുവ മോഷണ സംഘത്തിൽപ്പെട്ട പ്രതി പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയി. തമിഴ്നാട് സ്വദേശി സന്തോഷാണ് കൈവിലങ്ങോടെ ഓടിരക്ഷപ്പെട്ടത്. സന്തോഷിനെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുവരുമ്പോൾ കുറുവ സംഘം പോലീസിനെ ആക്രമിച്ചു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെട്ട സംഘം പോലീസിനെ ആക്രമിക്കുന്നതിനിടെയാണ് സന്തോഷ് ഓടിപ്പോയത്. എറണാകുളം കുണ്ടന്നൂരിൽ വെച്ച് പൂർണ്ണ നഗ്നനായാണ് സന്തോഷ് രക്ഷപ്പെട്ടത്. ആലപ്പുഴ മണ്ണഞ്ചേരി പോലീസ് പിടികൂടി കൊണ്ടുവരുമ്പോഴാണ് ചാടിപ്പോയത്. സംഘത്തിലെ 2 പേരെ പോലീസ് കീഴ്പ്പെടുത്തി. സന്തോഷിനായി വ്യാപക തിരച്ചിൽ ആരംഭിച്ചു. ആലപ്പുഴയിലെ മോഷണങ്ങൾക്ക് പിന്നിൽ കുറുവ സംഘമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചിരുന്നു. ഇവർക്കായി മറ്റു ജില്ലകൾ കേന്ദ്രീകരിച്ച് തിരച്ചിൽ നടക്കുന്നതിനിടെയാണ് സന്തോഷ് പിടിയിലായത്. ആലപ്പുഴയിലെ മണ്ണഞ്ചേരി, ആര്യാട് ഭാഗങ്ങളിൽ നടന്ന മോഷണങ്ങൾക്ക് പിന്നിൽ കുറുവ സംഘമെന്നാണ് പോലീസ് നിഗമനം. കളർക്കോട് സനാതനപുരം തിരുവിളക്ക് മനോഹരന്റെ വീട്ടിൽ നടന്ന മോഷണത്തിൽ 2 പവൻ നഷ്ടപ്പെട്ടിരുന്നു. അടുക്കള വാതിലിന്റെ കൊളുത്ത് പൊളിച്ചാണ് മോഷ്ടാവ് അകത്തു കടന്നത്. നടി കസ്തൂരി അറസ്റ്റിൽ. തമിഴ്നാട് പോലീസ് പിടികൂടിയത് ഹൈദരാബാദിൽ നിർമ്മാതാവിന്റെ വീട്ടിൽ നിന്ന്. ചെന്നൈ. തെലുങ്കർക്കെതിരെ അപകീർത്തി പരാമർശം നടത്തിയ കേസിൽ നടി കസ്തൂരി അറസ്റ്റിൽ. തമിഴ്നാട് പോലീസ് ഹൈദരാബാദിലെ ഒരു നിർമ്മാതാവിന്റെ വീട്ടിൽ നിന്നാണ് ശനിയാഴ്ച വൈകിട്ട് നടിയെ അറസ്റ്റ് ചെയ്തത്. ചെന്നൈയിലെത്തിച്ച ശേഷം നടിയെ മജിസ്ട്രേറ്റിനു മുന്നിൽ ഹാജരാക്കും. നേരത്തെ നടിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ മദ്രാസ് ഹൈക്കോടതി തള്ളിയിരുന്നു. 300 വർഷം മുൻപ് തമിഴ് രാജാക്കന്മാരുടെ അന്തഃപുരങ്ങളിൽ പരിചാരകരായി വന്ന തെലുങ്കർ തങ്ങളാണ് തമിഴരെന്ന് അവകാശപ്പെടുന്നു എന്നായിരുന്നു BJP അനുഭാവിയായ നടിയുടെ പ്രസംഗം. പരാമർശത്തിനെതിരെ ആന്ധ്രയിലും തെലങ്കാനയിലും വൻ പ്രതിഷേധം ഉയർന്നിരുന്നു. ഹിന്ദു മക്കൾ കക്ഷി എഗ്മൂറിൽ നടത്തിയ പ്രകടനത്തിലെ വിവാദ പരാമർശത്തിന്റെ പേരിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിനു പിന്നാലെയാണ് സംസ്ഥാനത്തിന്റെ ഇതര ഭാഗങ്ങളിലും നടിക്കെതിരെ കേസെടുത്തിരുന്നു. വിവിധ സംഘടനകൾ നൽകിയ പരാതിയിലാണ് ചെന്നൈ അടക്കം സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ കേസ് രജിസ്റ്റർ ചെയ്തത്. തുടർന്ന് കസ്തൂരി കോടതിയെ സമീപിച്ചു. പൊട്ടിത്തെറിക്കാൻ പോകുന്ന ബോംബ് പോലെയാണ് നടി കസ്തൂരിയുടെ വിദ്വേഷ പ്രസംഗമെന്നാണ് മദ്രാസ് ഹൈക്കോടതി വിശേഷിപ്പിച്ചത്. പ്രസംഗത്തിലെ വാക്കുകൾ സമൂഹത്തിന്റെ വികസനത്തിനുള്ളതാകണം, ആരെയും ഭിന്നിപ്പിക്കാനാകരുതെന്നും മുൻകൂർ ജാമ്യ ഹർജി തള്ളിയ ജസ്റ്റിസ് ആനന്ദ് വെങ്കടേഷ് വ്യക്തമാക്കി. ഹർജി തള്ളിയതോടെ ഒളിവിൽ പോയ കസ്തൂരിയെ അറസ്റ്റ് ചെയ്യാനായി 2 പ്രത്യേക സംഘങ്ങളെ പോലീസ് നിയോഗിച്ചിരുന്നു. അനിയൻ ബാവ, ചേട്ടൻ ബാവ അടക്കമുള്ള മലയാള ചിത്രങ്ങളിലും ഒട്ടേറെ തമിഴ്, തെലുങ്ക് ചിത്രങ്ങളിലും നായികയായി അഭിനയിച്ചിട്ടുണ്ട്. ഹർത്താലുമായി സഹകരിക്കില്ലെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി. കോഴിക്കോട് ജില്ലയിൽ കോൺഗ്രസ് പ്രഖ്യാപിച്ച ഹർത്താലുമായി സഹകരിക്കില്ലെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി. ഹർത്താലിൽ നിന്നും കോൺഗ്രസ് പിന്മാറണമെന്നാണ് വ്യാപാരികൾ ആവശ്യപ്പെടുന്നത്. ഹർത്താലുമായി സഹകരിക്കില്ലെന്നും തങ്ങളുടെ കടകൾ തുറന്നു പ്രവർത്തിക്കുമെന്നും സംഘടന വ്യക്തമാക്കി. ചേവായൂർ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് നടന്ന സംഘർഷത്തിന് പിന്നാലെയാണ് കോൺഗ്രസ് കോഴിക്കോട് ജില്ലയിൽ ഹർത്താൽ പ്രഖ്യാപിച്ചത്. ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാവിലെ മുതൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. കള്ളവോട്ട് സംബന്ധിച്ചായിരുന്നു പരാതി. രാവിലെ 8 മണിക്ക് വോട്ടെടുപ്പ് തുടങ്ങിയതിന് പിന്നാലെ തന്നെ കോൺഗ്രസും CPM പിന്തുണയുള്ള കോൺഗ്രസ് വിമതരും തമ്മിൽ കള്ളവോട്ട് സംബന്ധിച്ച ആരോപണ പ്രത്യാരോപണങ്ങൾ തുടങ്ങി. വോട്ടർമാരുമായി എത്തിയ 7 വാഹനങ്ങൾക്ക് നേരെ വിവിധയിടങ്ങളിൽ ആക്രമണമുണ്ടായി. സഹകരണ വകുപ്പിന്റെയും പോലീസിന്റെയും പിന്തുണയോടെ വ്യാപകമായി കള്ളവോട്ട് നടക്കുകയാണെന്ന് MK രാഘവൻ MP ആരോപിച്ചു. അതേസമയം വ്യാജ ID കാർഡുകൾ നിർമ്മിച്ചും മറ്റും കോൺഗ്രസാണ് കള്ളവോട്ടിന് നേതൃത്വം നൽകുന്നതാണ് CPMന്റെ ആരോപണം. വോട്ടെടുപ്പ് നടക്കുന്ന പറയഞ്ചേരി സ്കൂളിന് പുറത്ത് കോൺഗ്രസ് CPM പ്രവർത്തകർ പലവട്ടം ഏറ്റുമുട്ടി. വോട്ടെടുപ്പ് പൂർത്തിയായതിന് പിന്നാലെ UDF നേതാക്കൾ കോഴിക്കോട് വാർത്താസമ്മേളനം നടത്തി ഹർത്താൽ പ്രഖ്യാപിക്കുകയായിരുന്നു. ചാലിയാർ പുഴയുടെ ചുങ്കപ്പള്ളി കടവിൽ മനുഷ്യന്റെ തലയോട്ടിയും അസ്ഥികളും കണ്ടെത്തി. കോഴിക്കോട് പെരുമണ്ണ പാറമ്മലിനു സമീപം ചാലിയാർ പുഴയുടെ ചുങ്കപ്പള്ളി കടവിൽ മനുഷ്യന്റെ തലയോട്ടിയും അസ്ഥികളും കണ്ടെത്തി. ഇന്നലെ സന്ധ്യയോടെ പുഴയിൽ ചൂണ്ടിയിട്ട് മത്സ്യം പിടിക്കാൻ പോയ ആളാണ് ഇത് ആദ്യം കണ്ടത്. തുടർന്ന് പന്തീരാങ്കാവ് പോലീസിൽ വിവരമറിയിച്ചു. പോലീസ് പ്രാദേശിക നീന്തൽ വിദഗ്ധരുടെ സഹായത്തോടെ തലയോട്ടിയും അസ്ഥികളും കരക്കെത്തിച്ചു. ചൂരൽ മലയിലെ ഉരുൾപൊട്ടലിൽ ഒഴുകിയെത്തിയതായിരിക്കും തലയോട്ടിയും അസ്ഥിയും എന്നാണ് പോലീസിന്റെ നിഗമനം. നടപടികൾ പൂർത്തിയാക്കിയ ശേഷം തലയോട്ടിയും അസ്ഥികളും മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. മുൻപും ചാലിയാറിന്റെ പല ഭാഗങ്ങളിൽ നിന്നും മൃതദേഹങ്ങളും മൃതദേഹ അവശിഷ്ടങ്ങളും അസ്ഥികൂടങ്ങളും ലഭിച്ചിരുന്നു. ഇതെല്ലാം വയനാട് ചൂരൽമല ദുരന്തത്തിൽ ഒഴുകിയെത്തിയിരുന്നതാണെന്ന് അന്നുതന്നെ തെളിഞ്ഞിരുന്നു. മലയോര ഹൈവേയിൽ വാഹനാപകടം. കോടഞ്ചേരി മലയോര ഹൈവേയിൽ ബൈക്കും കാറും കൂട്ടിയിടിച്ച് അപകടം. നെല്ലിപ്പൊയിൽ നൂർനാന്നിപടിയിലാണ് അപകടം നടന്നത്. അപകടത്തിൽ ബൈക്കിൽ സഞ്ചരിച്ചിരുന്ന പുല്ലൂരാമ്പാറ സ്വദേശികളായ യുവാക്കൾക്ക് പരിക്കേറ്റു. ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റി.
ഇടിയുടെ ആഘാതത്തിൽ വാഹനങ്ങളിൽ നിന്ന് ഓയിൽ പരന്ന റോഡിൽ ഒഴുകിയതിനാൽ മുക്കം ഫയർഫോഴ്സ് എത്തി റോഡിൽ നിന്നും ഓയിൽ നീക്കം ചെയ്തു. സംസ്ഥാന സബ് ജൂനിയർ സോഫ്റ്റ് ബേസ്ബോൾ ചാമ്പ്യൻഷിപ്പ് ആരംഭിച്ചു. കോടഞ്ചേരി സംസ്ഥാന സബ് ജൂനിയർ സോഫ്റ്റ് ബേസ്ബോൾ ബോയ്സ് ചാമ്പ്യൻഷിപ്പ് കോടഞ്ചേരി സെന്റ് ജോസഫ് സ്റ്റേഡിയത്തിൽ ആരംഭിച്ചു. 14 ജില്ലകളിൽ നിന്നുമായി 280 പേർ പങ്കെടുക്കുന്ന ചാമ്പ്യൻഷിപ്പ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഗിരീഷ് ജോൺ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് KM ജോസഫ്, സെക്രട്ടറി PM എഡ്വേർഡ്, ട്രഷറർ ഷിജോസ് കറിയ, വാർഡ് മെമ്പർ വാസുദേവൻ ഞാറ്റുകാലയിൽ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കോച്ച് K ഹംസ, ജില്ലാ സെക്രട്ടറി വിപിൻ സോജൻ എന്നിവർ പ്രസംഗിച്ചു. നാളെ രാവിലെ നടക്കുന്ന സെമി ഫൈനലിൽ മലപ്പുറം ഇടുക്കിയെയും പത്തനംതിട്ട പാലക്കാടിനെയും നേരിടും. റോഡ് ഉദ്ഘാടനം ചെയ്തു. കണ്ണോത്ത് ശ്രീ ലക്ഷ്മി ഭഗവതി ക്ഷേത്രത്തിലേക്കുള്ള റോഡിന്റെ ഉദ്ഘാടനം ക്ഷേത്രകർമ്മി ദീപക് തിരുമേനി നിർവഹിച്ചു. ക്ഷേത്രം പ്രസിഡന്റ് M മുത്തുകുമാർ, സെക്രട്ടറി വേലായുധൻ മണക്കാട് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ഗ്രീൻ കേഡറ്റ് സ്പീക്സ് പദ്ധതിയുടെ ഭാഗമായി ക്ലാസുകൾ നൽകി. കോടഞ്ചേരി സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ SPC കേഡറ്റുകൾ, ശുചിത്വ വിദ്യാലയം, ഹരിത വിദ്യാലയം, ശുചിത്വ മിഷനുമായി സഹകരിച്ച് നടത്തുന്ന ക്യാമ്പയിൻ ഗ്രീൻ കേഡറ്റ് സ്പീക്സ് പദ്ധതിയുടെ ആദ്യഘട്ട ക്ലാസ്സെടുത്തു. സ്കൂൾ പ്രധാനാധ്യാപകൻ ബിനു ജോസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. UP വിഭാഗം വിദ്യാർത്ഥികൾക്കാണ് ഗ്രീൻ കേഡറ്റ് സ്പീക്സ് പദ്ധതിയുടെ ഭാഗമായി SPC കേഡറ്റുകൾ ക്ലാസുകൾ നൽകിയത്. പരിസ്ഥിതി സംരക്ഷണത്തിലൂടെ സുസ്ഥിര വികസനം നേടുക എന്നതായിരുന്നു ക്ലാസിന്റെ മുഖ്യലക്ഷ്യം. ക്ലാസ്സെടുത്ത് മടങ്ങിയ കേഡറ്റുകൾക്ക് തികഞ്ഞ ആത്മവിശ്വാസവും സംതൃപ്തിയും ലഭിച്ചു. ഇനിയും ഇത്തരത്തിലുള്ള അവസരങ്ങൾക്കായി കാത്തിരിക്കുന്നുവെന്ന് കേഡറ്റുകൾ പറഞ്ഞു. CPOമാരായ ബർണാഡ് ജോസ്, അനില അഗസ്റ്റിൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. പുലിക്കയം ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിൽ മണ്ഡല മഹോത്സവവും ലക്ഷദ്വീപ് സമർപ്പണവും. കോടഞ്ചേരി പുലിക്കയം ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിലെ മണ്ഡല മഹോത്സവവും ലക്ഷദ്വീപ് സമർപ്പണവും 2024 നവംബർ 16 മുതൽ ഡിസംബർ 26, 1200 വൃശ്ചികം 1 മുതൽ ധനു 11 വരെ. ക്ഷേത്രം മാർഗദർശി ശ്രീ NN രാജീവ്ജി അഗസ്തമലയുടെ നേതൃത്വത്തിൽ ക്ഷേത്രം തന്ത്രി ശ്രീ ഇളമന ശ്രീധരൻ നമ്പൂതിരിയുടെയും ക്ഷേത്രം മേൽശാന്തി ശ്രീ ശ്രീജിത്ത് ചിറ്റയിലിന്റെയും മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം. വാർത്തകളും പരസ്യങ്ങളും അറിയിക്കുവാൻ വേണ്ടി കോടഞ്ചേരി മീഡിയ അഡ്മിന്മാരെ ബന്ധപ്പെടാവുന്നതാണ്.